ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ റമദാൻ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അത് പൂർത്തീകരിക്കുവാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നോമ്പിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് അത് വിശ്വാസികൾക്ക് നിർബന്ധ ബാധ്യതയായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ്. കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നതാണ്. അതിന് കാരണമായി, അതിൻ്റെ ഉദ്ദേശമായി, ലക്ഷ്യമായി പടച്ച റബ്ബ് പഠിപ്പിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായിത്തീരും എന്നതാണ്. തഖ്വ എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വിശുദ്ധ ഖുർആനിൽ ഉടനീളം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികൾ അവർ ഹിദായത്തിൽ, സന്മാർഗത്തിൽ പ്രവേശിച്ചവരാണ്, അവരാണ് വിജയിക്കാൻ പോകുന്നത്, അവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് തുടങ്ങി നിരവധി ആയത്തുകളിൽ തഖ്വയെ വിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട അവൻ്റെ ജീവിതത്തിലെ അനിവാര്യതയായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ റമദാനിലൂടെ തഖ്വ നേടണം എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം എന്ന് പറയുന്ന തഖ്വ അത് ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് വിശ്വാസി കണ്ടെത്തേണ്ടതുണ്ട്. അത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസികൾക്ക് ഒരുക്കി വെച്ച സ്വർഗം തഖ്വയുള്ളവർക്കാണ് പടച്ച റബ്ബ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച പടച്ച റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക്, അതുപോലെ തന്നെ പടച്ച റബ്ബിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ സഞ്ചരിച്ചു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആരാണ് ആ തഖ്വയുള്ളവർ എന്നുകൂടി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. ആ ആളുകൾ അവരവരുടെ ധനം അവർക്ക് ക്ലേശം ഉണ്ടാക്കുന്ന സമയങ്ങളിലും സന്തോഷവും ക്ഷേമവും ഉണ്ടാകുന്ന സമയത്തും പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ ഈ മനുഷ്യ സമൂഹത്തിനിടയിൽ അവർ വിതരണം ചെയ്യുന്നവരും അവർക്ക് അത്തരം ചെലവഴിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന ഖുർആൻ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 3 ഗുണവിശേഷങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തത് വൽ കാളിമീനൽ ഐള, അവർ കോപത്തെ അടക്കി നിർത്തുന്നവരാണ്. വൽ ആഫീന അനിന്നാസ്, അവർ ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരാണ് എന്ന് 3 സവിശേഷത വെച്ചുകൊണ്ടാണ് ആരാണ് ആ മുത്തഖീങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. 3 സ്ഥിതിവിശേഷങ്ങളും 3 ഗുണവിശേഷങ്ങളും എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അത് വ്യക്തിതലത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടുന്ന സവിശേഷതകളാണ്. അതോടൊപ്പം തന്നെ അത് ജീവിതത്തിൽ പൊതുസമൂഹത്തിനിടയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയുന്ന വാക്യങ്ങളുമാണ്. ഒരു സമൂഹത്തിൻ്റെ ഒത്ത നടുവിൽ നിൽക്കുന്ന ഒരു മുത്തഖിയെയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ അർത്ഥത്തിൽ ജീവിതത്തെ ശരിപ്പെടുത്തിയെടുക്കാനാണ്, സമൂഹത്തിനിടയിൽ നിന്നുകൊണ്ട് ഈ മാതൃകകളെ സ്വീകരിക്കാനാണ് റമദാൻ നമ്മോട് പറയുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നേട്ടങ്ങൾ, ഗുണങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.